നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയം ഒന്നും ആരംഭിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ UDFും LDFും BJPയും എല്ലാം തന്നെ ഒരുക്കങ്ങൾ നടത്തി തുടങ്ങി. ഇവിടെ ഇപ്പോൾ കേൾക്കുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട ചില വാർത്തകളാണ്. ഇതിൽ രാഹുൽ മാങ്കൂട്ടം സിറ്റിംഗ് MLA ആണ്. അദ്ദേഹം വീണ്ടും അവിടെ മത്സരിക്കാൻ വരുമോ എന്നുള്ളതാണ്. എന്നാൽ UDF ഒരു കാരണവശാലും രാഹുലിന് സീറ്റ് നൽകാൻ സാധ്യതയില്ലെന്നും പറയുന്നു. അങ്ങനെ സംഭവിച്ചാൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണണം. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് രാമേന്ദ്രൻ സാറുണ്ട്, PS സാറുണ്ട്. സാറേ, എങ്ങനെ കാണാം? രാഹുൽ മാങ്കൂട്ടത്തിന് മത്സരിക്കാൻ തടസ്സമൊന്നുമില്ല. കാരണം അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. 2 വർഷം ശിക്ഷിക്കപ്പെട്ട ആളുകൾക്കും അങ്ങനത്തെ ആളുകൾക്കൊക്കെയാണ് ഈ അയോഗ്യതയുള്ളത്. അത്തരം അയോഗ്യതയൊന്നും അദ്ദേഹത്തിനില്ല. നിയമസഭയിലും എത്തിക്സ് കമ്മിറ്റിയോ ഒന്നും അങ്ങനത്തെ ഒരു തടസ്സപ്പെടുത്താനായിട്ട് അങ്ങനെ ഒരു നിയമസഭയിൽ നിന്ന് അയോഗ്യനാക്കാനുള്ള നീക്കങ്ങളും ഒന്നും നടന്നില്ല. അപ്പോൾ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായിട്ട് മത്സരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരം വാർത്തകൾ ആ ക്യാമ്പിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടം അങ്ങനെ മത്സരിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് തന്നെ വലിയൊരു ചേരിയുടെ പിന്തുണ മാങ്കൂട്ടത്തിന് ഉണ്ടാവും. മാങ്കൂട്ടം സാമാന്യം നല്ല വോട്ട് പിടിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിൽ ചേരി, അത് പാലക്കാട്ട് ശക്തമായ ഒരു ചേരിയാണല്ലോ. ഈ ശ്രീധരൻ നിന്നപ്പോൾ പോലും മറ്റേ മതപരമായ കുറേ വോട്ടുകൾ ധ്രുവീകരണമൊക്കെ നടത്തി ഷാഫി പറമ്പിൽ പിടിച്ചതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം വോട്ടുകളൊക്കെ അതായത് മാങ്കൂട്ടം നിന്നാൽ മാങ്കൂട്ടത്തിന് ജയിപ്പിക്കേണ്ടത് ഷാഫി പറമ്പിലിൻ്റെ ഒരു കടമ ആയിട്ട്, ദൗത്യമായിട്ടും ഷാഫി പറമ്പിൽ ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കോൺഗ്രസ്സിൽ സിറ്റിംഗ് MLA ഈ കെ ബാബു ഒഴിച്ച് മിക്കവാറും ആളുകളൊക്കെ മത്സരിക്കാൻ സാധ്യതയുണ്ട്. കെ ബാബു അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ തൃപ്പൂണിത്തുറയിൽ മാത്രം വേറെ സ്ഥാനാർത്ഥി വരും. അങ്ങനെ വരുമ്പോൾ എൽദോസ് കുന്നപ്പള്ളി ആരോപണം നേരിട്ടിട്ടുള്ള മത്സര രംഗത്തുണ്ടാവുമല്ലോ. മറ്റേ ഭാഗത്ത് ഗണേഷ് കുമാർ മത്സര രംഗത്തുണ്ടാവുമല്ലോ. പിന്നെ മാങ്കൂട്ടത്തിന് ഈ ജാമ്യം കിട്ടി, കേസൊന്നുമില്ല എന്നൊക്കെ പല കോടതികളും പറഞ്ഞ് ജാമ്യമൊക്കെ കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എന്തിന് അദ്ദേഹത്തിനെ ക്രൂശിക്കുന്നു എന്നൊരു ചോദ്യം കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് തന്നെ ഉയരാൻ സാധ്യതയുണ്ട്. മത്സരിക്കണം എന്നുള്ള മുറവിളിയുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മാങ്കൂട്ടത്തിനെ നിർത്താനായിട്ട് പ്രയാസമുണ്ട്. സതീശനെ പോലുള്ള ആളുകൾ സമ്മതിക്കില്ല. സണ്ണി ജോസഫിന് പക്ഷെ അർദ്ധസമ്മതം ഉണ്ടാകാനാണ് സാധ്യത. ഇപ്പോൾ സുധാകരനും അർദ്ധസമ്മതത്തിൽ കൂടുതലുണ്ടാകും. സുധാകരന് 200% സമ്മതം. അപ്പോൾ പക്ഷെ സുധാകരന് അതിൻ്റെ അകത്ത് വലിയ വോയിസ് ഇല്ല. ഇതിൻ്റെ അകത്ത് പിന്നെ ഉള്ളത് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് കനകോലു ഒക്കെ കണ്ണൻ ഗോപിനാഥനെ IAS വിട്ടിട്ട് കോൺഗ്രസിൽ ചേർന്ന അദ്ദേഹം സ്ഥാനാർത്ഥി ആകാൻ വേണ്ടിയൊക്കെ ആയിരിക്കുമല്ലോ. പാലക്കാടുമായിട്ട് ബന്ധമൊക്കെ ഉള്ള ആളാണ്. പിന്നീട് കോട്ടയത്തേക്ക് കുടുംബം മാറിയെങ്കിലും. അപ്പോൾ കണ്ണൻ ഗോപിനാഥ് നിന്നാൽ തന്നെ ഒരു ദുർബല സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് മാറിപ്പോകും. പിന്നെ സ്വതന്ത്രനായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ മാങ്കൂട്ടത്തിന് സ്വതന്ത്രനായിട്ട് നിൽക്കുന്നതിൻ്റെ വേറൊരു തന്ത്രമാണ് ഞാൻ പറയുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിലേക്ക് വീണ്ടും അബ്സോർബ് ചെയ്യാമല്ലോ മാങ്കൂട്ടത്തിന്. കേസൊന്നുമില്ലല്ലോ. ഇതൊന്നും വലിയ കാര്യമായിട്ട് രാഷ്ട്രീയക്കാർ എടുക്കുകയും ചെയ്യില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് കേസൊന്നുമില്ല, അദ്ദേഹം കോടതിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു കഴിഞ്ഞ് ജാമ്യമൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയിലേക്ക് വീണ്ടും അബ്സോർബ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ മാങ്കൂട്ടം മറ്റേ ഷാഫി പറമ്പിൽ നമ്മളിപ്പോൾ കണ്ടതാണല്ലോ. മറ്റേ പുതുയുഗ യാത്ര മറ്റേ വടകര ഭാഗത്തൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഷാഫി ഇടഞ്ഞതൊക്കെ നമ്മൾ കണ്ടതല്ലേ. ചിലരുടെ കൊങ്ങയ്ക്ക് പിടിക്കുന്നതൊക്കെ കണ്ടതല്ലേ. സ്നേഹത്തള്ളായിരുന്നു. അതെ. അപ്പൊ ആ ഒരു സ്നേഹത്തള്ള്, സൗഹൃദ മത്സരം എന്നൊക്കെ പറയുന്നൊരു സംഗതി പാലക്കാട് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അല്ല, ഇത്തരം സാധ്യതകളാണ്
നിലനിൽക്കുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് മാങ്കൂട്ടത്തിലും അതേപോലെ തന്നെ ഷാഫി പറമ്പിലും തയ്യാറാവും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പഴയ കാലത്തേതുപോലെ പഴയ കാലത്തെ ഈ അളവുകോൽ വെച്ച് പുതിയ കാലത്തെ അളക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും അതേപോലെ പൊതുവിലുമൊക്കെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മാങ്കൂട്ടത്തിലിന് അനുയായികൾ വളരെ കൂടുതൽ ആവേശഭരിതരാണ്. പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഘോഷയാത്രയായിട്ട് പിന്നെ പുള്ളിയുടെ പിന്നാലെ നടക്കുക. ഈ IAS കണ്ണനെ അവിടെ മത്സരിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ കോൺഗ്രസ് രക്ഷപ്പെടാൻ ഒരിക്കലും പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളതാണ്. ഇപ്പോൾ രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാൾ വന്ന് ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ നിൽക്കുന്ന സമയത്ത് വലിയ എതിർപ്പുകളുണ്ടാവും. എതിർപ്പുകൾ പോളി ചെയ്യാൻ നിങ്ങൾ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ടാൽ അവിടെ ആ എതിർപ്പുകൾ പോളി ചെയ്യപ്പെടും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ അവിടെ ഉണ്ടെന്ന് വെച്ചാൽ ഈ എതിർപ്പുകളൊക്കെ ചെന്ന് വോട്ടായി വീഴുന്നത് മാങ്കൂട്ടത്തിനായിരിക്കും. അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ കൊല്ലത്ത് സിനിമാ നടനെ നിർത്തിയ സമയത്ത് CPM-നകത്തൊക്കെ അതിശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താനായിട്ട് മറ്റൊരു സ്ഥാനാർത്ഥി അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുകയും കണ്ണൻ മറ്റൊരു സ്ഥാനാർത്ഥിയായിട്ട് വരികയും ചെയ്തതിൻ്റെ ഇടയിൽ കണ്ണൻ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ് പറയുമെങ്കിലും ഈ വോട്ട് രേഖപ്പെടുത്തി കഴിയുമ്പോൾ കണ്ണൻ ഡ്യൂപ്ലിക്കേറ്റും മാങ്കൂട്ടം ഒറിജിനലായി മാറാം. അങ്ങനെയാണ് ഈ മാങ്കൂട്ടം ജയിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ സ്പ്ലിറ്റിംഗ് എത്രമാത്രമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. എനിക്ക് പിയേഴ്സൺ പറഞ്ഞപ്പോൾ തോന്നിയൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി കണ്ണൻ ഗോപിനാഥൻ അല്ല എന്ന് വിചാരിച്ചാലും വേറൊരു ദുർബല സ്ഥാനാർത്ഥിയെ ഇടാനാണ് സാധ്യത. അതെ, മാങ്കൂട്ടം ജയിക്കാൻ വേണ്ടി. അത് ചിലപ്പോൾ ശരിയായിരിക്കും. ആ ഒരു സാധ്യത കോൺഗ്രസിന്റെ മുന്നിലുണ്ട്. സണ്ണി ജോസഫ് അതിനുവേണ്ടി പരിശ്രമിച്ചുകൂടായില്ല. അതെ, ഈ ശ്രീധരനോട് മത്സരിച്ചപ്പോൾ അവസാന ഘട്ടത്തിലാണ് ഈ ശ്രീധരൻ പരാജയപ്പെടുന്ന ഘട്ടത്തിലേക്ക് നീങ്ങിയത്. അവിടെ അപ്പം മുസ്ലിം ഭൂരിപക്ഷത്തിന് വലിയ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അത്തരത്തിലുള്ള വോട്ട് ബാങ്കാണ് ഷാഫി പറമ്പിൻ്റെ വിജയത്തിന് നിദാനമായത്. അതിനുശേഷം ഇപ്പം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ മുസ്ലിം ഭൂരിപക്ഷ വോട്ടുകൾ അത് ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തില്ലെങ്കിൽ എങ്ങനെ ജയിക്കുമെന്ന, അങ്ങനെയാണെങ്കിൽ ഒരു സാധ്യത നിൽക്കുന്നത് BJP വോട്ട് രാഹുലിന് മറിച്ചു കൊടുക്കുമെന്നുള്ള അങ്ങനെ സാധ്യതയുണ്ടോ? അല്ല, നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല എന്താണ് അവിടുത്തെ ഈ പൊളിറ്റിക്കൽ ഗെയിൻ. BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഗെയിൻ വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ മാങ്കൂട്ടത്തിന് പിടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി മാറുന്നില്ലല്ലോ. ഇല്ല, ഷാഫി ഇതിൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ ഷാഫി സ്വാഭാവികമായിട്ടും ഷാഫിയുടെ ഈ സ്വാധീന മേഖല എന്ന് പറയുന്നത് ഈ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൻ്റെ ഒരു ക്രക്സാണ് ശരിക്കും പറഞ്ഞത്. ആ വോട്ട് മുഴുവനും മാങ്കൂട്ടത്തിന് കിട്ടണം എന്ന അദ്ദേഹത്തിന് നിർബന്ധമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് കഴിയും. ഷാഫി നമുക്കറിയാം, അത് ഇപ്പോൾ ഈ സ്നേഹത്തള്ളിൽ വളരെ പ്രകടമായിട്ടുണ്ട്. അതിന് എനിക്ക് ബലമുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കളെയും സതീശനെ തന്നെയും ബോധ്യപ്പെടുത്താനാണ് അന്ന് അദ്ദേഹം ശ്രമിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ പാലക്കാട് ഒരു പുതിയ ചരിത്രം എഴുതാനുള്ള സാധ്യതയില്ലേ രാമേന്ദ്രൻ തോന്നുന്നു? അതെ, അതായത് ഇപ്പോൾ അവിടെ പുതിയൊരു പാർട്ടി, ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായി വരുന്നുണ്ട് PK ശശിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ ആ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി UDF-ലേക്കാണല്ലോ വരുന്നത്. അപ്പോൾ ഒറ്റപ്പാലത്തോ ഷൊർണൂരോ ശശി മറ്റേ UDF സ്വതന്ത്രനായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. ശശിക്ക് കുറച്ച് സ്വാധീനമൊക്കെ ഈ പാലക്കാട് മേഖലകളിൽ ഉണ്ടല്ലോ. ഈ ശശിയുടെ ഈ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ശശിക്ക് ഇത്തിരി ഏതാണ്ട് ഇതേ ആരോപണം ഇത്തിരി കുറഞ്ഞ ലെവലിലുണ്ടല്ലോ. അപ്പൊ തുല്യ ദുഃഖിതർ എന്നുള്ള നിലയ്ക്ക് ശശിയുടെ വരാൻ പോകുന്ന പുതിയ പാർട്ടിയുടെ വോട്ടും മാങ്കൂട്ടത്തിന്റെ പെട്ടിയിൽ വീഴുമല്ലോ. അപ്പോ വലിയ സാധ്യതകളാണ് മാങ്കൂട്ടത്തിന്റെ മുമ്പിലുള്ളത്. ചിലപ്പോൾ 15,000 വോട്ട് കഴിഞ്ഞവണ കിട്ടിയത് ചിലപ്പോൾ 20,000 ആകാനും ഒക്കെ മതി. അപ്പോൾ ആ അവസ്ഥ പാലക്കാട് ഉണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. അല്ല, ഈ സാധ്യതകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഉദയസൂര്യനെ പോലെ ഉദിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും പാലക്കാട് അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കും. ഒരു തർക്കം അക്കാര്യത്തിൽ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല. അതിന് ഞാൻ മുന്നോട്ട് വെക്കുന്ന കാരണം ഇതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ
ഇപ്പോൾ മത്സരിക്കാതെ മാറി നിന്നാൽ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന പേര് മാഞ്ഞു പോകും. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇടിച്ചു നിന്നേ പറ്റൂ. ഇനിയും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തനിക്ക് എന്തെങ്കിലും ഇടം ഉണ്ടാകണമെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് നിർണായകമാണ്. അത് മനസ്സിലാക്കി തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള അതിൻ്റെ ശൃംഖലകളും പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുക. അതുകൊണ്ട് ഒറ്റ വഴിയെ രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലുള്ള പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കുക എന്ന് തന്നെ. മാത്രമല്ല, അദ്ദേഹം അവകാശപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം ഗാന്ധിയൻ എന്ന് അവകാശപ്പെട്ടിട്ടില്ലല്ലോ. അദ്ദേഹം നെഹ്റുവിയൻ എന്നാണ് അവകാശപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇത്തരം സ്വഭാവങ്ങളൊക്കെ അദ്ദേഹത്തിന് ആകാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു വന്നാൽ പിന്നീട് UDF അല്ലെങ്കിൽ കോൺഗ്രസ് രാഹുലിനെ കൂടെ കൂട്ടും? ഒരു സംശയമില്ലല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞാണല്ലോ, അബ്സോർബ് ചെയ്യപ്പെടും. അങ്ങനെ സ്വാഭാവികമാണത്. അബ്സോർബ് ചെയ്യാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. അല്ല, അങ്ങനെ തീരുമാനം എടുത്താൽ ഇത് കോൺഗ്രസിന്റെ കൂടെ ഒരു തന്ത്രം. കോൺഗ്രസിന് എന്ത് പ്രശ്നം? കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടം വന്ന് കയറിയാൽ അത്ര നല്ലത്. ഇപ്പം നിവൃത്തിയില്ലാത്തതിൻ്റെ, ഇപ്പം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയതിൻ്റെ പേരിൽ, നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിലുള്ള അദ്ദേഹത്തെ മത്സരിപ്പിക്കാനായിട്ട് പറ്റാതെ പോകുന്നു. അല്ലാതെ എന്താ ഇതിനകത്തുള്ളത്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.